ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ക്യാരറ്റ് ഡേറ്റ്സ് മഗ് കേക്കുമായിട്ടാണ്. അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ക ക്രിസ്മസ് കേക്ക് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു ക്രിസ്മസ് വൈബൊക്കെ കൊണ്ടുവരാനായിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ ഇങ്ങനെ കേക്ക് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്, ഈസിയുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്, പിന്നെ ഒരു 1/4 കപ്പ് ഈന്തപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ പാല് ഒരു 60 ml, അതായത് ഒരു 1/4 കപ്പ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ 1/4 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരി ഒഴിച്ച് വെച്ച ആ ഒരു പാലാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്നിടം വരെ. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 to 1/2 ടീസ്പൂണോളം കറുവാപ്പട്ടയുടെ പൊടി. ഇതിൻ്റെ കൂട്ടത്തിൽ ജാതിക്കാപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്നിങ്ങനെ അരിപ്പക്കൂടെ ഒന്ന് അരിച്ചിടുന്നുണ്ട്. ഇനി അതിലേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റും ഈന്തപ്പഴവും കൂടെ ചേർത്ത് ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം മഗ്ഗിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മഗ്ഗിൻ്റെ ഒരടിയിൽ കുറച്ച് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമില്ല, നമുക്കിങ്ങനെ പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പേപ്പർ ഇട്ട് കൊടുക്കുക. അതല്ല അങ്ങനെ കപ്പിൽ നിന്ന് ഈ മഗ്ഗിൽ നിന്ന് തന്നെ നമുക്ക് സ്പൂണിട്ട് കഴിക്കാനാണെങ്കിൽ അങ്ങനെ പേപ്പർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയറിലാണ്. അതുകൊണ്ട് തന്നെ എയർ ഫ്രയർ ഞാനൊരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ബേക്കായോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ക്യാരറ്റ് ഡേറ്റ്സ് മഗ് കേക്ക് ഞാനിവിടെ കുറച്ച് ജെംസ് മുട്ടായൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്, ഒരു ക്രിസ്മസ് വൈബിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് വീട്ടിലൊക്കെ ട്രൈ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ എന്നാലും പെട്ടെന്നൊരു നമുക്കൊരു ക്രേവിങ് പോലെയൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരയ്ക്കും ബൈ, താങ്ക് യു.